ഇപ്പോഴിതാ ട്രംപിൻ്റെ ഒരു നീക്കം ഇന്ത്യയെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. റഷ്യയെ അതിൽ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് യുക്രൈന് മുകളിലുള്ള റഷ്യൻ എണ്ണ കമ്പനികൾക്ക് US ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് മോസ്കോയെ പ്രകോപിപ്പിക്കുകയും ഇന്ത്യയെ വലിയ രീതിയിൽ ഇത് ദേഷ്യത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് വരുന്നു. എന്താണ് ഈ സംഭവം? അതായത് പുടിനുമായുള്ള ബുഡാപെസ്റ്റ് ഉച്ചകോടി റദ്ദാക്കിയതായും ട്രംപ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഷ്യയിലെ 2 വലിയ എണ്ണ കമ്പനികൾക്കാണ് ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മോസ്കോയിൽ ഒക്ടോബർ 23-ന് യുക്രൈനിലെ മോസ്കോയുടെ യുദ്ധത്തെക്കുറിച്ചുള്ള തൻ്റെ പുതിയ മൂർച്ചയുള്ള നയമാറ്റത്തിൽ US പ്രസിഡന്റ് ട്രംപ് റഷ്യയിലെ 2 വലിയ എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഇത് ആഗോള എണ്ണ വില വ്യാഴാഴ്ച 3% ഉയരാൻ കാരണമായി. റഷ്യൻ ഇറക്കുമതി കുറയ്ക്കാൻ ഇന്ത്യ ഇതോടുകൂടി പരിഗണിക്കും എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതായത് ഈ ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യ ഇപ്പോൾ സമ്മർദ്ദത്തിലാകുമെന്നാണ് ട്രംപ് കരുതുന്നത്. ആഗോള എണ്ണ ഉൽപ്പാദനത്തിൻ്റെ 5%-ലധികം വരുന്ന എണ്ണ ഭീമന്മാരായിട്ടുള്ള റോസ്നെഫ്റ്റിയെയും യുക്കോയിലിനെയും ഉപരോധങ്ങൾ ലക്ഷ്യമിടുന്നു. കൂടാതെ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതായി താനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉടൻ ബുഡാപെസ്റ്റിൽ ഒരു ഉച്ചകോടി നടത്തുമെന്ന് കഴിഞ്ഞ ആഴ്ച ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപ് ആ പറച്ചിൽ നിന്ന് ഇപ്പോൾ മലക്കം പറഞ്ഞ് ഇത് ക്യാൻസലാക്കിയിരിക്കുന്നുണ്ട് എന്നും ട്രംപ് ഇപ്പോൾ പറയുന്നുണ്ട്. സംഘർഷത്തെക്കുറിച്ചുള്ള തൻ്റെ പുതിയ മുഖഭാവത്തിൽ ബുധനാഴ്ച ട്രംപ് പറഞ്ഞത് താൻ ആഗ്രഹിച്ച ഫലം കൈവരിക്കാത്തതിനാൽ ആസൂത്രിത ഉച്ചകോടി റദ്ദാക്കിയെന്നും പുടിനുമായുള്ള തൻ്റെ നിരവധി നല്ല സംഭാഷണങ്ങൾ എവിടെയും എത്തിയില്ല എന്നും പുടിൻ ഈ കാര്യത്തിൽ വലിയ രീതിയിൽ കടുംപിടുത്തം പിടിക്കുകയാണ് എന്നുള്ളതാണ്. പ്രസിഡന്റ് പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ച ഞങ്ങൾ റദ്ദാക്കി, അതെനിക്ക് ശരിയായി തോന്നിയില്ല എന്നാണ് ട്രംപ് കൃത്യമായി പറഞ്ഞത്. ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് പറയുന്നത് നമുക്ക് ലഭിക്കേണ്ട സ്ഥലത്തെത്താൻ പോകുന്നതായി തോന്നുന്നില്ല, അതിനാൽ ഞാനത് റദ്ദാക്കി, പക്ഷേ ഭാവിയിൽ ഞങ്ങളത് ചെയ്യും എന്നും ട്രംപ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉപരോധങ്ങളുടെ സ്വാധീനം റഷ്യ തള്ളിക്കളയുന്നുണ്ട്. അമേരിക്കയുടെ പുതിയ ഉപരോധങ്ങളെ ഫലപ്രദമല്ലെന്നാണ് റഷ്യ വിശേഷിപ്പിച്ചത്. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല എന്നും റഷ്യ ഇപ്പോൾ പറയുന്നുണ്ട്. കെയ്വും പല യൂറോപ്യൻ രാജ്യങ്ങളും കീഴടങ്ങുന്നതിന് തുല്യമായി കണക്കാക്കുന്ന നിബന്ധനകൾ മാറ്റമില്ലാതെ ഞങ്ങൾ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഈ സൂചനകൾ ഞങ്ങൾ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് അണുവിട ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്നും ഇപ്പോൾ റഷ്യ ട്രംപിനെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.